വർദ്ധക ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി ഗുരുതരാവസ്ഥയിലായ സംഭവത്തിൽ തിരുവനന്തപുരം തമ്പുരാൻമുക്കിലെ കോസ്മെറ്റിക് ഹോസ്പിറ്റലിന്റെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ലൈസൻസ് വീണ്ടും റദ്ദ് ചെയ്തു. ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്ന മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടും ആരോഗ്യവകുപ്പിന്റെ എത്തിക്സ് കമ്മിറ്റി തള്ളി. ഉന്നതതല സമിതിയുടെ പരിശോധനയ്ക്കാണ് നിർദ്ദേശം. നീതു ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുണ്, വലിയ ചികിത്സാ പിഴവാണ് സംഭവിച്ചത്. ഒരു കുട്ടിയുടെ ജീവിതം അതപ്പാടെ പാളിപ്പോയ പശ്ചാത്തലം ഒരുങ്ങി. എന്നിട്ടും അനുകൂലമായ മെഡിക്കൽ റിപ്പോർട്ട് സംഭവിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നിർദ്ദേശം പോലും ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ യാഥാർത്ഥ്യങ്ങൾ കൃത്യമായി പുറത്തു വരികയാണോ? പൂർണ്ണമായും യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുന്നില്ല. വലിയ ചികിത്സാ പിഴവാണ്, ഗുരുതരമായ ചികിത്സാ പിഴവാണ് സംഭവിച്ചതെന്ന് പ്രത്യക്ഷത്തിൽ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ ഇത് പരിശോധിച്ച തിരുവനന്തപുരം DMOയുടെ അധ്യക്ഷതയിലുള്ള മെഡിക്കൽ ബോർഡ് അത് അങ്ങനെയല്ല തോന്നിയത്. ചികിത്സാ പിഴവെന്നവർ ആ രീതിയിൽ അംഗീകരിച്ചില്ല. അതുകൊണ്ടാണ് ആരോഗ്യവകുപ്പിന്റെ എത്തിക്സ് കമ്മിറ്റി ആ റിപ്പോർട്ട് തള്ളി വീണ്ടും പരിശോധിക്കാൻ, ഉന്നതതല സമിതി പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയത്. മാത്രമല്ല, വലിയ കള്ളക്കളികൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് തുടക്കം മുതലുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പരാതി വന്നപ്പോൾ നീതുവിന്റെ കുടുംബത്തിന്റെ മൊഴിയെടുത്തത് ഇതേ വിവാദമായ ക്ലിനിക്കിൽ വെച്ചാണ്. ഈ ക്ലിനിക്കിന് ആ സമയത്ത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ലൈസൻസ് ഇല്ലായിരുന്നു എന്ന് വ്യക്തമായിരുന്നു. പിന്നീട് അവർക്ക് ഇതിനിടയിൽ കഴിഞ്ഞ തിങ്കളാഴ്ച അവർക്ക് ലൈസൻസ് നൽകുകയും ചെയ്തു. ആ ലൈസൻസ് കഴിഞ്ഞ ദിവസം വീണ്ടും റദ്ദ് ചെയ്തു. വ്യാപകമായ പരാതി ഉയർന്നതിനെ തുടർന്ന് റദ്ദ് ചെയ്തു. വലിയ കള്ളക്കളികൾ ഇപ്പോഴും ഈ കേസിൽ സംഭവിക്കുന്നുണ്ട്. പോലീസിന്റെ അന്വേഷണവും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട ആളുകളെ പ്രതിയേർക്കാത്ത സംഭവമുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം നീതുവിന്റെ കുടുംബം, നീതുവിന്റെ ഭർത്താവിന്റെ അച്ഛനും അമ്മയും പത്മകുമാറും ഷീലയും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം തൊട്ട് നമുക്ക് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, നിരവധി നമുക്ക് തന്നെ പ്രത്യക്ഷത്തിൽ മനസ്സിലാകും. നിങ്ങൾ പറയുന്ന കേൾക്കുമ്പോഴും അല്ലെങ്കിൽ ആ കുട്ടിയുടെ ശാരീരികാവസ്ഥ, കാലിലെയും വിരലൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും വലിയ പിഴവ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ആരോഗ്യവകുപ്പിനും ഈ DMOയ്ക്കൊന്നും ഇത് മനസ്സിലാകാതെ പോകുന്നത്? ഇത് ഞങ്ങൾക്ക് ഇതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. പത്രവാർത്തകളും മാധ്യമങ്ങളും പറയുമ്പോൾ ആരോഗ്യവകുപ്പിന് എന്താ ഇത് മനസ്സിലാവാത്തത് എന്നാണ് ഞങ്ങളുടെയും ചോദ്യം. സാധാരണപ്പെട്ട ഞങ്ങൾക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കാം. ഒന്ന്, ആ കുട്ടി അവിടെ ഓപ്പറേഷൻ ചെയ്യാൻ വന്നു. അവർ 24 മണിക്കൂർ അവിടെ കിടത്തിയിട്ടില്ല. അതൊരു പിഴവല്ലേ. 2, അവിടെ ആംബുലൻസ് സൗകര്യമില്ല. മറ്റുള്ള അതായത് ഈ വയറ് തുറന്ന് കൊഴുപ്പിൻ മാറ്റ ശസ്ത്രക്രിയ ചെയ്തതിന് ശേഷം 24 മണിക്കൂർ പോലും നീതു ആശുപത്രി കിടത്തിയിട്ടില്ല. എന്ത് പറയണം വീട്ടിലേക്ക് വിട്ടവര്? അതായത് അവിടെ നിന്ന് തിരിക്കാൻ നേരത്തെ മോക്ക് ക്ഷീണമുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, അത് കുറച്ച് സമയം കഴിയുമ്പോൾ കുഴപ്പമില്ല, അത് വലിയ പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞാണ് വിടുന്നത്. രാവിലെ ഒരു 9 മണിക്കാണ് വിടുന്നത്. ഉച്ചയ്ക്ക് കുട്ടിക്ക് വളരെ ക്ഷീണമുണ്ടായി. കൊടുത്ത കഞ്ഞി ഛർദ്ദിച്ചു. അപ്പോൾ വീണ്ടും ഈ ഡോക്ടറെ മകൻ വിളിക്കുകയാണ്. മകൻ വിളിച്ചിട്ട് കാര്യം പറയുന്നു. അപ്പോൾ പറഞ്ഞ് കുഴപ്പമില്ല, ചെക്ക് ചെയ്യാൻ പറഞ്ഞു, BP ചെക്ക് ചെയ്യാൻ പറഞ്ഞു. BP ചെക്ക് ചെയ്തപ്പോൾ 70-ന് താഴെയായിരുന്നു. അതും മകൻ വിളിച്ച് പറയുകയാണ്. എന്നിട്ട് മകനൊരു സംശയം തോന്നി, ഇത് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോട്ടോ. കുഴപ്പം ഒന്നുമില്ല, രാവിലെ വന്ന് ഒരു ട്രിപ്പ് കൊടുക്കുമ്പോൾ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറഞ്ഞ് രാവിലെ 10 മണിക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെയാണ്. അതെല്ലാം പിഴകല്ലേ. ആംബുലൻസ് ഇല്ലാത്തത് എന്തുകൊണ്ട്? അവിടെ ആംബുലൻസ് സൗകര്യമില്ല. അവിടെ മകൻ ചെല്ലുമ്പോൾ കാണുന്നത് മറ്റൊരു വാഹനത്തിൽ കയറ്റി, അങ്ങനെയല്ലേ സംഭവിച്ചത്? അവിടെ മകൻ രാവിലെ 10 മണിക്ക് പോയ മോളെ 6:30 മണിക്കാണ് സീരിയസ് ആണ്, സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയുന്നത്. മകൻ അവിടെ ചെന്നപ്പോൾ ഒരു ഇന്നോവ കാറിൽ, സാധാരണ വണ്ടിയിൽ എടുത്ത് കയറ്റിക്കൊണ്ടു പോകുന്നതാണ് കണ്ടത്. എന്നിട്ട് മകൻ്റെ അടുത്ത് ചോദിക്കുന്നില്ല, ഇവിടെ ഇന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന അവർ പറഞ്ഞ് കൊണ്ടുപോവുകയാണ്. നമ്മൾ താല്പര്യപ്പെട്ട ആശുപത്രിക്കല്ല കൊണ്ടുപോയത്, അവർ തന്നെ ഒരു ആശുപത്രി നിർദ്ദേശിച്ച് കൊണ്ടുപോകായിരുന്നു. മോന ആ അവസ്ഥയിൽ ഭാര്യയ്ക്ക് അങ്ങനെ വരുമ്പോൾ മോന് എന്ത് പറയണമെന്ന് അറിയില്ല. അവർ ആവശ്യപ്പെടുന്നു, ഇന്ന അനന്തപുരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്, അങ്ങോട്ട് ചെല്ലാൻ പറയുകയാണ്. അങ്ങനെ മകൻ പിറകിൽ പോവുകയാണ് ചെയ്തത്. അതിൽ ഇന്നോവ വണ്ടിയിൽ ലൈറ്റ് പോലും ഇടാതെയാണ് പോയത്. അത് കാലതാമസം ഉണ്ടാക്കി. അവിടെ ചെല്ലുമ്പോഴാണ് ഹൃദയസ്തംഭനം ഉണ്ടാകുന്നത്. ഇതെല്ലാം ചികിത്സാ പിഴവ് അല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അവരത് തള്ളിയിട്ടുണ്ട്.
ഞങ്ങൾക്ക് നീതി കിട്ടും. ന്യായമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി നീതി തരണ്ട, ന്യായമായിട്ട് മെഡിക്കൽ ഡോക്ടർമാർ പരിശോധിക്കണം എന്നാണ് പറയാനുള്ളത്. അതുമാത്രമല്ല, ഈ ഡോക്ടർമാർക്ക് പൊതുവെ പറയുന്ന ഒരു വർത്തമാനമാണ്, ഇതേ കണക്ക് ഡോക്ടർമാർക്കെതിരെ ഈ മെഡിക്കൽ ബോർഡുകൾ ഒന്നും ചെയ്ത ചരിത്രമില്ലെന്നാണ്. IMA ഇതിനെ സപ്പോർട്ട് ചെയ്ത് വന്നു എന്ന് തോന്നുന്നു. അങ്ങനെ അവരുടെ സംഘടന പോലും സപ്പോർട്ട് ചെയ്യുകയാണ്. ഞാൻ അവരുടെ അടുത്ത്, ഈ IMA അടുത്തെല്ലാം ചോദിക്കുന്നത്, നിങ്ങൾ മനുഷ്യരല്ലേ, നിങ്ങളെ വീട്ടിലും കുട്ടികളില്ലേ, ഇങ്ങനൊരു അവസ്ഥ നിങ്ങളെ വീട്ടിലാണ് സംഭവിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് നീതിയും ന്യായവും കണ്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക. ഇതൊരു അഭ്യർത്ഥനയാണ്. പിന്നെ മുഖ്യമന്ത്രിയും ആരോഗ്യ വകുപ്പ് മന്ത്രിയും എല്ലാം ഇത് കർശനമായി ഇടപെട്ട് ഞങ്ങൾക്ക് നീതി കിട്ടണം. ഞങ്ങളുടെ കുട്ടി ഇപ്പോഴും അവശതയിലാണ്. ഈ DMAയുടെ ഒക്കെ ഒരു നിലപാട് എന്താണ്? DMA കാണാൻ പോകുമ്പോഴൊക്കെ, പരാതി പറയുമ്പോഴൊക്കെ അവരെങ്ങനെയാണ് ഇത് സമീപിക്കുന്നത്? DMA ഞാൻ ഒരു പ്രാവശ്യമേ കണ്ടുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, DMA ഒരു ചാനലിൽ ഇങ്ങനെ പറഞ്ഞു, DMA നേരത്തെ ഞാൻ അറിയിപ്പിച്ചിരുന്നു. അത് DMA അറിയിപ്പിച്ചതല്ല, ജനങ്ങളുടെ മൊത്തമുള്ള സംഭാഷണം പറയുകയാണ്. ഈ ബോർഡിൽ നിന്ന് ഇങ്ങനൊരു ന്യായം നീതിയും ഒരു രോഗിക്കും കിട്ടിയിട്ടില്ല എന്ന് പൊതുവേ ഒരു സംഭാഷണമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ രീതിയിൽ ആശങ്കയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ആശുപത്രിക്ക് ഇത്രയധികം വാർത്തകൾ വരുമ്പോൾ, നമ്മൾ ഉൾപ്പെടെ വാർത്ത ചെയ്യുമ്പോൾ, കുടുംബം ഇങ്ങനെ പരാതിയുമായി മുഖ്യമന്ത്രിയെ വരെ സമീപിക്കുന്നത്, തൊട്ട് പിന്നാലെയാണ് ഇവർക്ക് ലൈസൻസ് പുതുക്കിയിരിക്കുന്നത്. അതായത് നേരത്തെ ലൈസൻസ് താൽക്കാലികമായിരുന്നു, അത് 5 വർഷത്തേക്കുള്ള ലൈസൻസ് കഴിഞ്ഞ തിങ്കളാഴ്ച ഇവർക്ക്, ഇതിന് മുമ്പത്തെ തിങ്കളാഴ്ച അവർക്ക് നൽകുകയും ചെയ്തു. അതിലൊക്കെ വലിയൊരു അപാകതകളില്ലേ? അതിൽ ഞങ്ങൾക്ക് DMA അടുത്ത് ഒരു വിശ്വാസക്കുറവുണ്ട്. അത് മാത്രമല്ല, ഈ ബോർഡ് ഇങ്ങനെ മീഡിയകൾ പറയുന്ന ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ പോകണമെങ്കിൽ ഇത് മുഖ്യമന്ത്രി ഇടപെട്ട് ഈ ബോർഡിലെ ഡോക്ടർമാരെ മാറ്റി സത്യസന്ധമായ ഡോക്ടർമാരെ നിയോഗിച്ച് കൂടുന്നതായിരിക്കും ഉചിതമെന്ന് ഒരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ നമുക്കിപ്പം നീതുവിൻ്റെ ഭർത്താവിൻ്റെ അമ്മ ശ്രീലത കൂടി ചേരുന്നു. നേരിട്ട് കണ്ടത് താങ്കളായിരിക്കും. എന്താണ് നീതുവിൻ്റെ അവസ്ഥയെന്നൊക്കെ എപ്പോഴും കാണുന്നതാണ്. എന്താണ് ഈ സർജറി കഴിഞ്ഞ് വന്ന ദിവസം എന്തായിരുന്നു നീതുവിൻ്റെ ഒരു അവസ്ഥ? സർജറി കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന വയറിൽ അന്ന് തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞത് അത് നോക്കിയാൽ മാത്രമേ എന്താണ് തകരാറെന്ന് അറിയാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അന്ന് രാത്രി തുറന്നത് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. സർജറിക്ക് ശേഷം ഈ വയ്യാതെ രണ്ടാമത് കൊണ്ടുപോകുമ്പോൾ ഈ അതീവ ഗുരുതരാവസ്ഥയിൽ ഈ സ്വകാര്യ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ BP സ്റ്റേബിൾ ആവാത്തത് കാരണം വീണ്ടും നമുക്ക് അതെല്ലാം തുറന്നു നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ തുറന്നു നോക്കിയ ആ മുറിവാണ് ഇപ്പോഴും അതുപോലെ തന്നെ ഇരിക്കുന്നത്. അതിൻ്റെ പുറത്തുള്ള സ്കിന്ന് മൊത്തം ഡെഡായി പോയി, എല്ലാം പോയി. അപ്പോൾ ആ മുറിവിലാണ് ഇപ്പോൾ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ചെയ്ത് വച്ചിരിക്കുന്നത്. അത് സക്സസ് ആയാൽ മാത്രമേ നമുക്ക് അപകടനില തരണം ചെയ്ത്, ഒരു തുറന്നു വെച്ച മുറിവുമായിട്ട് ഒരാൾക്ക് എത്ര കാലം ജീവിക്കാൻ പറ്റും? കഴിഞ്ഞ 2.5 മാസമായിട്ട് വേദന, ഇത്രയും വലിയൊരു മുറിവിൽ എന്ത് വേദനയായിരിക്കും എന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ആ വേദന അനുഭവിച്ചാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ഒരു പൂർണ്ണ ആരോഗ്യസ്ഥിതി ആയിട്ടില്ല. നമുക്ക് തിരിച്ചു വരാം. നമ്മുടെ IMAയുടെ ഡോക്ടർ സുൽഫിയും കൂടെ ചേരുന്നുണ്ട്. സുൽഫി അവിടെ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സുൽഫി നുഹു കേൾക്കാമെന്ന് കരുതുന്നു. താങ്കൾക്ക് എന്താണ് ഈ സംഭവിച്ചത്? താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അത് പരിശോധിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഈ വിഷയത്തില് രോഗിക്കും രോഗിയുടെ ബന്ധുക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും ഉണ്ടായ മാനസിക വ്യഥയും ഇപ്പോൾ അവർക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ വ്യസനവും അവരോട് ഐക്യദാർഢ്യവും ഒക്കെ പ്രഖ്യാപിക്കുമ്പോൾ ഈ ഒരു വിഷയത്തിന്റെ എല്ലാ കാര്യങ്ങളും കാണേണ്ടതായിട്ടുണ്ട്. നാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ കാര്യത്തില് ഒരു